പല വ്യക്തികളും ഇതിനെ അവതരിപ്പിക്കുന്നത് കുന്തി ദേവി ബാക്കിയുള്ള 5 മക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മനഃപൂർവ്വം വന്നത് എന്നുള്ള രീതിയിലാണ്. പക്ഷെ യഥാർത്ഥത്തിൽ കുന്തി ദേവിക്ക് കർണനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് കുന്തി ദേവി വന്നത്. കർണനെ രക്ഷിക്കാനാണ് കുന്തി ദേവി ആഗ്രഹിച്ചത്. കാരണം കർണൻ നിൽക്കുന്നത് അധർമ്മത്തിന്റെ പക്ഷത്താണ്. അതുകൊണ്ട് ഭഗവാനെതിരെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കർണന്റെ മരണം ഉറപ്പാണ്. അതായത് ഒരു മകൻ തീവ്രവാദി ആയിക്കഴിഞ്ഞാൽ അമ്മയ്ക്ക് എത്രമാത്രം വിഷമം ഉണ്ടാവും, അതേ വിഷമത്തോട് തന്നെയാണ് കുന്തി ദേവി പോയത്. കാരണം ഒരമ്മയ്ക്ക് എല്ലാ മക്കളും ഒരേപോലെയാണ്. എന്തുകൊണ്ട് കർണനെ ഉപേക്ഷിച്ചു, അതിനെയും കുന്തി ദേവിയെ പല വ്യക്തികളും കുറ്റം പറയാറുണ്ട്. അങ്ങനെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു നിയോഗമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കും. കാരണം ഈ മഹാഭാരതം കഴിഞ്ഞിട്ട് കർണന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പൂർവ്വജന്മത്തിൽ കർണൻ സഹസ്രകവചൻ എന്ന് പറയുന്ന ഒരു അസുരനാണ്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അത് കൂടാതെ ദുർവാസാവിന്റെ ഒരു അനുഗ്രഹം ദേവിക്ക് കിട്ടിയിരുന്നു വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ. അന്നേരം കാരണം ദുർവാസാവ് വന്ന സമയത്ത് കൊച്ചുകുട്ടിയായ 13-14 വയസ്സുള്ള കുന്തി ദേവി ദുർവാസാവ് മുനിക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങളോ അതൊക്കെ കൊടുക്കണം. അച്ഛൻ കുന്തി ഭോജൻ തന്നെയാണ് അത് പറഞ്ഞത്. അങ്ങനെ ദുർവാസാവ് മുനിക്ക് ഒരുപാട് സന്തോഷമായി. കൊച്ചുകുട്ടി എൻ്റെ മകളെ പോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ദുർവാസാവ് മുനി കാരുണ്യത്തോടു കൂടി അനുഗ്രഹം കൊടുക്കുകയാണ്. നീ ഏത് ദേവനെ ആഗ്രഹിക്കുന്നോ ആ ദേവനിലൂടെ നിനക്കൊരു പുത്രനുണ്ടാവും. അങ്ങനെ കുന്തി ദേവിക്ക് അനുഗ്രഹം കിട്ടി. അന്നേരം ആ കൊച്ചുകുട്ടിയല്ല, അന്നേരം ഒരു കളിക്കുന്ന പ്രായമാണ് സത്യം പറഞ്ഞത്. അന്നേരം അങ്ങനെ ദേവി ഇരുന്ന സമയത്ത് സൂര്യദേവനെ നോക്കിയപ്പോ സൂര്യദേവനെ പോലെ ഒരു മകൻ എനിക്ക് ഉണ്ടായാൽ എന്താ നന്നായിരിക്കും എന്ന് പറഞ്ഞ് ചുമ്മാ ഒന്ന് പരീക്ഷിച്ച് നോക്കാന്ന് പറഞ്ഞ് പാവം പരീക്ഷിച്ച് നോക്കിയതാ വിവാഹത്തിന് മുമ്പേ. അപ്പോഴത്തേക്ക് സൂര്യദേവന്റെ അനുഗ്രഹത്താൽ സൂര്യദേവന്റെ സ്പർശനം കിട്ടിയ ഉടൻ തന്നെ ദേവി ഗർഭവതിയായി. അന്നേരം ദേവി ആകെ പരിഭ്രമത്തിലായി. ആൾക്കാരെന്തു പറയും, ഞാൻ ഒരു കന്യകയാണ്, ആരെങ്കിലും വിശ്വസിക്കുക ഞാൻ സൂര്യദേവനിൽ നിന്നൊരു പുത്രൻ ഉണ്ടായിരുന്നു? ആരും വിശ്വസിക്കത്തില്ല. കാരണം ദേവിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും ദേവിയെ കുറിച്ച് കുറ്റം പറയും. സീതാദേവിയെ കുറിച്ച് പറയാൻ കുറ്റം പറഞ്ഞ ആൾക്കാരാണ്. ഒരു കുന്തി ദേവിയെ കുറിച്ച് എന്തു പറയും അല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിൽ വിവാഹവും നടക്കത്തില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അന്നേരം പിന്നെ ഭഗവാന്റെ ഒരു ഇതുണ്ട്. അന്നേരം അതുകൊണ്ട് ദേവിയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. ദേവിയുടെ ജീവിതം പൂർണ്ണമായിട്ടും ത്യാഗപൂർണമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു. അന്നേരം ഇവിടെയും ദേവി ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇപ്പം വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കർണനെ രക്ഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കർണന്റെ ജീവിതം സുരക്ഷിതമായിട്ടിരിക്കുന്നു, അധീരഥന്റെ മകനായിട്ട് കർണൻ വളരുന്നു എന്ന് കണ്ടപ്പോൾ ദേവിക്ക് സമാധാനമായി. പക്ഷെ അതേ സമയത്ത് പിന്നെ നമ്മൾ വിചാരിക്കും ഒരു കൈക്കുഞ്ഞിനെ ഗംഗാദേവിയിൽ ഒഴുക്കുന്നത് അതെത്ര വലിയ മണ്ടത്തരമാണ്. നമ്മൾ മനസ്സിലാക്കണം, ഇവരൊന്നും സാധാരണ വ്യക്തികളല്ല. പിന്നെ ദേവിക്ക് നന്നായിട്ട് അറിയാം ഇത് സൂര്യന്റെ മകനാണ്. അങ്ങനെ ഒന്നും പെട്ടെന്ന് മരിക്കുന്ന ആളല്ല. ഗംഗാദേവി എന്ന് പറയുന്നത് ചുമ്മാ ഒരു വെള്ളം മാത്രമല്ല, ഒരു ചുമ്മാ ഒരു നദി മാത്രമല്ല, ദേവിയും കൂടെയാണ്. അന്നേരം നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും പറ്റാത്തതിനപ്പുറത്തായിട്ടുള്ള ഇവരൊക്കെ ദേവന്മാർക്ക് തത്തുല്യരായിട്ടുള്ള മനുഷ്യരാണ്. അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിൽ ജീവിച്ചിരുന്ന ദേവന്മാരെ പോലെയായിരുന്നു ഇവരൊക്കെ. അതുകൊണ്ട് അവർക്ക് നമുക്ക് കാണാനും അറിയാനും പറ്റാത്ത കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം അതൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കണം. അല്ലാതെ കുന്തി ദേവി ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്.